ടയ്യു നേരെ വീട്ടിലേക്കൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ ടയ്യുവിനെ കാത്ത് ഈച്ച നിൽപ്പുണ്ടായിരുന്നു. ഈച്ചയും സംസാരിക്കുന്നതിനിടയ്ക്ക് അവന്റെ ഷൂസ് ഒക്കെ ടയ്യുവിന്റെ കാറിന് മുകളിൽ വെക്കുമ്പോഴത്തേക്കും ടയ്യുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു സ്ഥലത്ത് ക്യാമറാസ് ഒന്നും തന്നെ ഇല്ല എന്നൊക്കെ ടയ്യു പറയുമ്പോഴത്തേക്കും ആ കാര്യങ്ങളെല്ലാം തന്നെ ഈച്ചയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ ടയ്യു ഈച്ചനെ തല്ലി കഴിയുമ്പോഴത്തേക്കും ഈച്ചയും ടയ്യുവിന്റെ നേർക്ക് തുപ്പുന്നു. പിന്നീട് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു അടിപിടിയൊക്കെ നടക്കുന്നു. ടയ്യുവും ഓടിച്ചെന്ന് കാറിന്റെ അകത്തുണ്ടായിരുന്ന ടയ്യുവിന്റെ തോക്കൊക്കെ എടുത്തിട്ട് ഈച്ചയുടെ നേർക്ക് ഷൂട്ട് ചെയ്യുന്നു. ഈച്ച മരിച്ചു എന്നായിരുന്നു ടയ്യു വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും ഈച്ചയ്ക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈച്ചയും ഓടിച്ചെന്ന് ടയ്യുവിന്റെ കാറൊക്കെ എടുത്തിട്ട് കാർ ഉപയോഗിച്ചുകൊണ്ട് ടയ്യുവിനെ കൊല്ലുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. ഇപ്പോൾ ടയ്യുവിന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട്. അവനും അത് ഉപയോഗിച്ചുകൊണ്ട് ഈച്ചനെ ഷൂട്ട് ചെയ്യുവാനായിട്ടൊക്കെ നോക്കുന്നു. പക്ഷെ ഈച്ചയും തന്ത്രപൂർവ്വം അവന്റെ കയ്യിൽ നിന്ന് തോക്കൊക്കെ വാങ്ങിക്കുന്നു. ടയ്യുവിന്റെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ഈച്ചയ്ക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടായിരുന്നു ഈച്ച നിന്നിട്ടുമുണ്ടായിരുന്നത്. എനിക്ക് നിന്നെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം. ഞാനും ഇന്നത്തെ ദിവസം നിനക്കായിട്ട് സ്പെഷ്യലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവനെയും ഈച്ച ബോധം കെടുത്തുന്നു. അങ്ങനെ ഈച്ചയും ഒരു സ്റ്റുഡിയോയിലൊക്കെ എത്തിയിരിക്കുകയാണ്. ആ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഈച്ച ഇപ്പോഴുള്ള ശരീരത്തിന്റെ ഉടമ 15 പേരെയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നത്. ടയ്യുവിന്റെ ഓരോ വിരലുകളും പിന്നീട് കൈയും കാലും എല്ലാം തന്നെ വെട്ടിയെടുക്കാനായിട്ട് പോകുകയാണ് എന്നൊക്കെ ഈച്ചയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള സ്വബോധം തന്നെ നഷ്ടപ്പെടും. അതിനുശേഷം അവർ മരിക്കുകയും ചെയ്യും. ഉടനെ തന്നെ അതൊക്കെ സംഭവിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈച്ചയും അവനെയും കൂട്ടിക്കൊണ്ട് സ്റ്റുഡിയോയ്ക്ക് അകത്തേക്ക് ചെല്ലുന്നു. ടയ്യുവിനെ കെട്ടിയിട്ടിട്ടൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ടയ്യു നോക്കുമ്പോൾ ഈച്ച നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടിട്ടുമുണ്ടായിരുന്നത്. കുറെ സമയമൊക്കെ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഈച്ച കണ്ണ് തുറക്കുമ്പോഴത്തേക്കും ടയ്യുവിനെ എവിടെയിട്ട് കൊല്ലുവാനായിട്ടായിരുന്നോ നോക്കിയിട്ടുണ്ടായിരുന്നത് അതേ സ്ഥലത്ത് തന്നെ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയായിരുന്നു ഈച്ച കാണുന്നത്. ഈച്ച കൊന്ന ആളുകളെ കുറിച്ചെല്ലാം തന്നെ ഈച്ച ടയ്യുവിനോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടയ്യുവും അവന്റെ കൊലപാതകങ്ങളെ കുറിച്ച് പറയുകയാണ്. ഒരിക്കൽ ടയ്യു വണ്ടിക്ക് ഓടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒരാൾ വണ്ടിയുടെ മുമ്പിലൊക്കെ നിൽക്കുകയും അങ്ങനെ അയാളെ ടയ്യു വണ്ടി ഇടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തികച്ചും ഒരു ആക്സിഡന്റ് മാത്രമായിരുന്നു. നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡൊക്കെ തുടങ്ങിയ സമയത്ത് ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നത് ഈച്ച നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അയാളുടെ കാര്യമാണ് ഇപ്പോൾ ടയ്യു ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. അന്ന് അയാൾ എന്നെ രക്ഷിക്കാമോ എന്നൊക്കെ ടയ്യുവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കും ഒരു ദൈവത്തോട് സംസാരിക്കുന്നത് പോലെയൊക്കെ ആയിരുന്നു ടയ്യുവിനൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ കാലത്തിന് ശേഷം കൊലപാതകങ്ങളോടുള്ള ഇൻട്രസ്റ്റ് ഒക്കെ ടയ്യുവിന് പോയതായിരുന്നു. എങ്കിലും ഈച്ച അവൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ടയ്യുവിന് ആ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായിരിക്കും ആ ഒരു കൊലപാതകമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്ന എക്സൈറ്റ്മെന്റ് എന്നൊക്കെ അവനും അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ടയ്യുവും ഈച്ചയുടെ നേർക്ക് ആയുധമൊക്കെ വെച്ചതിന് ശേഷം നീ എന്നോട് കൊല്ലാതെ വിടണോന്നൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഞാനും ഒരു കൈ നോക്കാമെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഈച്ച അപ്പോഴും അവന്റെ നേർക്ക് തുപ്പുന്നു. നീ എന്നെ കൊല്ല എന്നൊക്കെ ഈച്ച പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ടയ്യുവും ഈച്ചയുടെ കാലുകളൊക്കെ വെട്ടിമാറ്റുന്നു. അങ്ങനെ ആ ഒരു മരണത്തിന് ശേഷം അവനും തിരിച്ച് മരണത്തിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ അവൻ അനുഭവിച്ചതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു മരണമൊക്കെ ആയിരുന്നു ഇത്. നീ എങ്ങാനും ടയ്യോനെ കൊല്ലുക ആയിരുന്നെങ്കിൽ ഞാനും അതിന്റെ ഇടയ്ക്ക് ഇടപെട്ടേനെ. ഇപ്പോൾ ടയ്യോ തന്നെ നിന്നെ കൊന്നത് കൊണ്ട് നീ രക്ഷപ്പെട്ടിരിക്കുന്നു. മരണവും അങ്ങനെയൊക്കെ അവന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും അവനും ഒരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും ആയിരുന്നു അവൻ മനഃപൂർവ്വമായിരുന്നു ഈ ഒരു മരണത്തിനൊക്കെ നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നെന്ന കാര്യം മരണം മനസ്സിലാക്കുന്നത്. ടയ്യോ ഇപ്പോൾ കൊലപാതകമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അതിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു റൂമില് അവൻ കൊന്നതിന്റെ എല്ലാ ദൃശ്യങ്ങളും പതിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ കാണിക്കുന്നതും. അങ്ങനെ ആ ഒരു എപ്പിസോഡൊക്കെ അവസാനിച്ച് അടുത്ത എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ഈച്ച കിടക്കുന്ന കാഴ്ചയായിരുന്നു കാണുന്നത്. ഇപ്പോൾ തന്നെ അവന്റെ കാലൊക്കെ അറുത്തുമാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ തോൽപ്പിക്കുകയും ഒടുവിൽ നിനക്ക് ഈ ഒരു അവസ്ഥ വരികയും ചെയ്യുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചു പോലും കാണുകയില്ലല്ലോ എന്നൊക്കെ ടയ്യോ ഈച്ചയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ കൊന്ന ചിന്തയുടെ മെമ്മറിയിലൂടെ ഞാൻ എല്ലാ കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈച്ചയും പറയുകയാണ്. നിനക്ക് എങ്ങനെയാണ് എന്റെ സഹോദരനെ കൊന്നത് ഞാനാണെന്നുള്ള സത്യമൊക്കെ അറിയാവുന്നതെന്ന് ടയ്യോ ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കൽ ഞാൻ നിന്റെ സഹോദരനായിരുന്നു എന്ന് കൂടി ഈച്ച മറുപടി പറയും. ടയ്യോനും അപ്പോൾ എന്താണ് അവൻ ഉദ്ദേശിച്ചതെന്നൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നെങ്കിലും അവനും ചിരിച്ചോണ്ടൊക്കെ നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈച്ചയും അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലേക്ക് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ അവനെ കൊല്ലുന്ന എല്ലാ ദൃശ്യങ്ങളും കൃത്യമായി തന്നെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുകയാണ്. നീ മനഃപൂർവ്വമായിരുന്നോ ഈ ഒരു കൊലപാതകത്തിനൊക്കെ നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മരണം അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അവനും അടുത്ത ജന്മത്തിലേക്ക് പോകുവാനായിട്ടൊക്കെ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നീ എന്തെങ്കിലും പാപമൊക്കെ ചെയ്യുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ ഒരു പാപമൊക്കെ നിന്നെ തേടി എത്തുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും പാപം ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ എന്റെ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഈച്ചയും മരണത്തോട് പറയുന്നു.
പക്ഷേ പണക്കാരായിട്ടുള്ളവർ ഇതുപോലെ പാപമൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാപത്തിന്റെ ഫലം ഒരിക്കലും അവരെ തേടി എത്തിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഫലമൊക്കെ ഞാൻ ടയ്യൂന് നൽകുന്നതായിരിക്കുമെന്നൊക്കെ ഏജ് പറയുമ്പോഴത്തേക്കും, നീ ടയ്യൂനുള്ള ശിക്ഷയൊക്കെ നടപ്പിലാക്കുവാനായിട്ട് പോകുകയാണെങ്കിൽ നീ ടയ്യൂനേക്കാളും വലിയൊരു ശിക്ഷയൊക്കെ അനുഭവിക്കുന്നതായിരിക്കുമെന്നൊക്കെ മരണം പറയുമ്പോഴത്തേക്കും, ദൈവത്തിന് എന്താണോ ചെയ്യുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് ആ ഒരു കാര്യമൊക്കെ ചെയ്യുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് ഈജയും മറുപടി പറയുന്നു. നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും മരണം ഒരിക്കലും പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കുകയില്ല നടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മരണവും അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഈ ഒരു തവണ അവൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും അവനും ആരെയോ ഒരാളെ ഓടിക്കുന്നതൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തിനാണ് ഇയാളെ ഓടിക്കുന്നതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൻ ഓടുമ്പോഴത്തേക്കും ആയിരുന്നു അവനും ഒരു പോലീസ് ആണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ ആനിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അവൻ ഉള്ളതും ആനിന്റെ ശരീരത്തിലാണ്. ഞാൻ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളും ആനിന്റെ നേർക്ക് ഓടുമ്പോഴത്തേക്കും അവനും ജീവനും കൊണ്ട് ഓടുന്നു. അങ്ങനെ ഇരിക്കെ അതിന്റെ ഇടയിലെത്തുന്ന ജിഹുൺ ആയിരുന്നു ആനിനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സീനിയർ എന്തിനാണ് അയാളെ കണ്ടിട്ട് ഓടുവാനായിട്ടൊക്കെ നോക്കിയത്? ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവനൊന്നും ത്യാഗം ചെയ്യുവാനായിട്ട് പറയുകയില്ല. പക്ഷേ ഇതുപോലെ പോലീസിന് നാണക്കേട്ടുണ്ടാക്കുന്ന രീതിയിലെങ്കിലും പെരുമാറാതിരുന്നൂടെ എന്നൊക്കെ ജിഹുണും ആനിന്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആനിന്റെ മെമ്മറീസ് എല്ലാം തന്നെ ഈജയുടെ ഉള്ളിലേക്ക് വരുന്നത്. ആനിന്റെ അച്ഛനും ഒരു പോലീസൊക്കെ ആയിരുന്നു. പക്ഷെ കുറച്ച് വയലന്റ് ആയിട്ടുള്ള ക്രിമിനൽസിനൊക്കെ പിടിക്കുന്നതിനിടയ്ക്ക് അവരുടെ കൈ കൊണ്ട് അച്ഛൻ കൊല്ലപ്പെട്ടു. അച്ഛനെ പോലെ തന്നെ വലിയൊരു പോലീസൊക്കെ ആകണമെന്നായിരുന്നു ആൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവനും പോലീസായെന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അസുഖമൊക്കെ വന്നിട്ടുണ്ടായിരുന്ന അമ്മയും ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നിട്ടുണ്ടെങ്കിലും നീ ആദ്യം നിന്റെ ജീവൻ മാത്രമേ നോക്കാവൂ എന്നൊക്കെ അവനോട് പറയുകയും അവന്റെ കയ്യിൽ നിന്നും വാക്ക് മേടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും മരണപ്പെട്ടു. ഏതൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴും ഇവൻ ഇതുപോലെ മാറി നിൽക്കുന്നതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ബാക്കി പോലീസുകാർക്കും അവന്റെ അടുത്ത് ഒരു ദേഷ്യമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതും. പിന്നീട് ലൈഫിലെ പല സാഹചര്യം വന്ന സമയത്തും ഇതുപോലെ നമ്മൾ ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരും നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുകയുള്ളൂ എന്നും, അല്ലാതെ ഓരോ കാര്യം വരുമ്പോഴും നമ്മൾ മാറി മാറി നിൽക്കുകയാണെങ്കിൽ ആളുകൾക്ക് നമ്മളോട് വെറുപ്പ് മാത്രമേ തോന്നുകയുള്ളൂ എന്നും അവൻ മനസ്സിലാക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളായിരുന്നു ആനിന്റെ ലൈഫിൽ നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഈജ മനസ്സിലാക്കുകയാണ്. ഇനി മുതൽ ഈ ബോഡിയിലുള്ളത് ഈജയാണ്. സോ അങ്ങനെ ഇരിക്കെ ഈജ മറ്റൊരു കാഴ്ചയൊക്കെ കാണുന്നു. ജിയങ് ഒരാളെ ഒരുപാട് തല്ലുന്ന കാഴ്ച ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് നേരത്തെ ടൈസാങ് ആയിരുന്ന സമയത്ത് ഈ ജിയങ് 100 മില്യന് വേണ്ടിയിട്ട് തന്നെ കൊന്നിട്ടുണ്ടായിരുന്ന കാര്യമൊക്കെ അവനും ഓർക്കുന്നത്. ഇപ്പോഴും നീ എനിക്ക് 100 മില്യൺ തന്നില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളെ അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. ഈച്ചയും അവന്റെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും എന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുമെന്നൊക്കെ ജിയങ് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ നിന്റെ കൈകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണെന്നൊക്കെ ആയിരുന്നു അവന്റെ മറുപടിയും. നീ അതിന് ആരാണെന്നൊക്കെ ജിയങ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ടൈസാങ് ആണ് എന്ന് അവനും മറുപടിയൊക്കെ കൊടുക്കുകയാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ആയിരുന്നല്ലോ അവനെ കുത്തി കൊന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിയങ് പറയുന്നു. പക്ഷെ ജിയങ്ങിന്റെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാര് ഫോണൊക്കെ ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അവരും അതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെയും ഞാൻ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ജിയങ് കത്തിയുമായിട്ട് അവരുടെ നേർക്ക് നിൽക്കുമ്പോഴത്തേക്കും ടയ്യോ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 100 മില്യൺ കിട്ടുവാനായിട്ട് നീ എത്ര പേരെ കൊല്ലുമെന്നൊക്കെ ഈജയും ജിയങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നു. ജിയങ്ങിനെ കത്തിയുമായിട്ട് ഈജയുടെ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഈജയും സ്വന്തം കൈ കൊണ്ട് തന്നെ അവനെ പിടിച്ച് നിലത്തിടുന്നു. പിന്നീട് അവനെ പോലീസിനെ കൈമാറുകയും ചെയ്യുന്നു. ഈജ ചെയ്ത ആ ഒരു കാര്യമൊക്കെ കാണുമ്പോഴത്തേക്കും ആളുകൾ എല്ലാവരും തന്നെ കൈയടിക്കുകയാണ്. ഇനി ജീക്കൊണ്ടും ഞെട്ടി നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു വീഡിയോ ഒക്കെ വൈറലാകുന്നു. ആനിന്റെ കൂടെ ഉണ്ടായിരുന്ന വർക്കേഴ്സിന് അത് ആനാണെന്ന് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ ടീം ലീഡിനെയും അവരതൊക്കെ വിളിച്ച് കാണിക്കുമ്പോഴത്തേക്കും ഇവനെ കണ്ടാൽ ആനിനെ പോലെ തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ ടീം ലീഡും പറയുകയാണ്. പക്ഷെ അത് ആൺ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടും ടീം ലീഡ് അത് ഒരു രീതിയിലും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് പല ന്യൂസും കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് അത് ആൺ തന്നെ ആയിരുന്നു എന്ന സത്യമൊക്കെ ടീം ലീഡറും മനസ്സിലാക്കുന്നത്. ഒരു സീരിയൽ കില്ലറൊക്കെ കൊലപാതകം നടത്തിയ സ്ഥലം അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈജയും ഇപ്പോൾ ജിഹുണിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോകുകയാണ്. ഈജയും ടയ്യൂനോടുള്ള പ്രതികാരമൊക്കെ ചെയ്യുവാനായിട്ട് അവിടെ കൊണ്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇനി ടയ്യുവും നേരത്തെ ഈജനെ കൊന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴത്തേക്കും അവന് ഒരുപാട് എക്സൈറ്റ്മെന്റ് ഒക്കെ തോന്നുകയാണ്. സെക്രട്ടറി ഒരു ഡോക്യുമെന്റ് ഒക്കെ ആയിട്ട് ടയ്യൂനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ പുതിയൊരു സ്ഥലമൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ്, നീ എന്റെ ഒപ്പം ഡിന്നറിനൊക്കെ വരാമോ എന്ന് സെക്രട്ടറിയുടെ അടുത്തും ടയ്യു ചോദിക്കുന്നു. ടയ്യൂന് ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് സെക്രട്ടറിയും സമ്മതിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഇതുവരെയായിട്ടും ഞാൻ സ്ത്രീകളെ ആരെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് പോയിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷത്തിലൊക്കെ ആയിരുന്നു അവൻ ഉണ്ടായിരുന്നത്. നേരത്തെ സീരിയൽ കില്ലർ ആയിട്ടുണ്ടായിരുന്ന ക്യൂച്ചോള് കൊലപാതകം നടത്തിയ ആ ഒരു സ്ഥലത്തൊക്കെ പോയി ഈ ഒരു കൊലപാതകം നടത്താമെന്ന്, അതായത് സെക്രട്ടറിനെയും കൂടി കൊല്ലാമെന്നായിരുന്നു ടയ്യു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് വാറന്റ് ഇല്ലാതെ ഒരു ബിൽഡിങ്ങിലൊന്നും ഇതുപോലെ കയറി ചെല്ലുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ ജിഹോൺ പറയുമ്പോഴത്തേക്കും
ഇവിടുത്തെ ശരിക്കുമുള്ള ഓണർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന കാര്യമൊക്കെ ഈജയും അറിയിക്കുകയാണ്. എന്തായാലും അവിടെയുള്ള കുറച്ച് പെയിന്റിങ്സ് ഒക്കെ കണ്ടുകൊണ്ട് ഇവിടെ ഉള്ളത് സീരിയൽ കില്ലർ ആണെന്ന് നമുക്ക് ഉറപ്പിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നൊക്കെ ഈജയുടെ അടുത്ത് ജോൺ പറയുമ്പോൾ ഈജ ആകട്ടെ ആ ഒരു രഹസ്യമുറിയൊക്കെ തുറന്നുകൊണ്ട് അകത്തേക്ക് കയറുന്നു. അവിടെയും ജിസുന്റെ ആ ഒരു പേനയൊക്കെ അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്യൂജോൾ ഇതിനു മുമ്പ് 15 കൊലപാതകമൊക്കെ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ 15 കൊലപാതകങ്ങളും നടത്തിയതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഗ്യൂജോൾ ശേഖരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഗ്യൂജോളുടെ സ്ഥിരം പരിപാടിയായിരുന്നു. ഈജയും ആ ഒരു ദൃശ്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജീഹുണും പെട്ടെന്ന് തന്നെ ഫോറൻസിക്കിനെ വിളിക്കുവാനായിട്ട് പോകുന്നു. ഇനി ടൈയോ ഗ്യൂജോളിനെ കൊല്ലുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അവനും ആ ഒരു ലാപ്പിൽ നിന്ന് മാറ്റുന്നു. അവനത് മാറ്റുന്നതെല്ലാം തന്നെ ജീഹുണും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീനോട് കൂടി അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.